ഞാൻ കുറേ കാലത്തിൻ്റെ ശേഷമാണ് 3 മണിക്ക് ശേഷം എണീക്കുന്നത്. അതായത് 4 മണിക്ക് 5 മണിക്കെല്ലാം പോകേണ്ട ആവശ്യത്തിന് എണീച്ചാണ്. രാവിലെ 3 മണിൻ്റെ ശേഷം ഞാൻ എണീക്കുന്നത് ആദ്യമായിട്ടാണ് ഗായ്സ്. അതും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻ്റെ ചങ്ങിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, അതും മട്ടന്നൂർ എയർപോർട്ട്. അപ്പോൾ ഇഷ്ടാവും എന്താണെന്നറിയില്ല. അവൻ്റെ കുടുംബക്കാർക്ക് സർപ്രൈസ് കൊടുക്കാനാണോ അല്ലെങ്കിൽ അവനിക്ക് സർപ്രൈസ് കൊടുക്കാനൊന്നും എനിക്കറിയില്ല. പക്ഷെ സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് അതെങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ചങ്കിനെ കാത്തുകയാണ് ഞാൻ. ഈ സീറ്റിൽ കാലിയാണ്. ഇപ്പോൾ അവൻ വരും. അപ്പോൾ നമുക്ക് നോക്കാം. അത്താഴം വെച്ചിന് മുത്തേ, കമോൺ കേര് മുത്തേ, എന്റെ മുത്ത് കേര്. വേണ്ട നീ കേര്. അതെയാ, നമ്മളപ്പോ എണീച്ചിട്ടുള്ളൂ. കേറി പോണ്ടേ? ആര് അങ്ങനെ വിളിക്ക്, എന്നാ പ്രശ്നമില്ല. നീ നിന്നണോ? എന്റെ കാണ്ട എനിക്ക് കയ്യില്ല ഗായ്സ്. 3 മണിക്ക് എണീച്ചിട്ട് സ്വന്തം പെറ്റ ഉമ്മമാർ വരെ ചോദിച്ചിട്ടില്ല ഗൈസ് ചായ കുടിക്കുന്നു. നീ വാ എങ്ങനെ വന്നെപ്പിക്കുന്ന പരിപാടി? സർപ്രൈസ് ആവോ? സർപ്രൈസ് ഓനിക്ക് കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മള് ഓനിക്ക് തരുന്ന എന്തേ സംഭവം? ഓൻ ആർക്ക് കൊടുക്കാൻ പോകുന്ന? ഓനെ നമ്മള് കൂട്ടാൻ പോകുന്ന പിന്നെ നമുക്ക് സർപ്രൈസ് ആവുക? ഇല്ല, അതാവില്ല. പക്ഷെ ഈ സർപ്രൈസ് ആർക്ക് വേണ്ടിട്ടാ? സർപ്രൈസ് ഓന്റെ വീട്ടുകാർ ഓനക്ക് സർപ്രൈസ് കൊടുക്കോ? ഉറക്കത്താണോന്ന് അറിയില്ല ഗൈസ്. ഞാൻ ചോദിച്ചത് വ്യക്തമായി എനിക്ക് മനസ്സിലായിട്ടില്ല. ആരൊക്കെ മനസ്സിലായിട്ടില്ല. പ്രേക്ഷകർക്ക് മനസ്സിലായാലും ആയിട്ടില്ലെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് ഒന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് നിങ്ങൾക്ക് കാണാം. അതല്ലെങ്കിൽ രാത്രി 3-4 മണിൻ്റെ ഉറക്കപ്പിച്ചിട്ട് നമ്മൾ 2 പിരാന്തന്മാർ എന്തെങ്കിലും ചപ്പും ചവറും പറയുന്നത്. വ്യാപള നല്ല കുളിച്ച് സുന്ദരനായിട്ടുണ്ട്. എൻ്റെ മോനെ, ഇത്രയും സുന്ദരനാ നീ രാവിലെ തന്നെ എണീച്ച് കഴിഞ്ഞാലല്ലേ? ഉച്ച കഴിഞ്ഞാലും നല്ല സുഖാന്ന് പറയണ്ട. മൊത്തത്തിൽ നമ്മളെ മോനെ എന്താണ് ഗ്ലാമർ വിളിച്ചായോണ്ടിരിക്കല്ലേ? പ്രത്യേക രാവിലെ എണീച്ചുണ്ടല്ലേ ഗൈസ്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്താന്നറിയില്ല, ഭയങ്കര ലുക്കാ. നീയല്ല ഞാന്, അതിനെ നീയോ ഇതാ നമ്മള് കണ്ണൂർ എയർപോർട്ടിൽ ഗൈസ്. നമ്മളെ കൂട്ടാൻ വന്നാള് നമ്മളെ കാത്തിട്ട് നേരത്തെ നിൽക്കുന്നുണ്ട്. അല്ല നമ്മളല്ല, എന്നിങ്ങനെ വരെ നമ്മള് കൂട്ടാൻ പോയ ഇവരെവിടുന്ന് വരുന്നത് ദുബൈയിൽ നിന്ന് ആൾക്കാരുണ്ട് എത്തി ഗൈസ്. പക്ഷെ നമ്മളിവിടെ അടുത്തായിട്ട് നമ്മൾ എത്തിയിട്ടില്ല. കാരണം അതിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏടെ പരിപാടിയാണ് വെച്ചാലും ലേറ്റ് ആയിട്ടുള്ളൂ ഗൈസ്. ഒരു രക്ഷയില്ല. നമ്മളെ കണ്ണൂർ എയർപോർട്ടിന്റെ ആ ഒരു ഇതുണ്ടല്ലോ ഗൈസ്, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പേപ്പളെ ആൾക്കാരെയും കൂട്ടാൻ വരുന്ന പോലെ ഗൈസ് ഒരു 2-1 ഫ്ലൈറ്റ് ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങി. പിന്നെ ഇവിടുത്തെ ഭയങ്കര മൂകത ഗൈസ് ഈ എയർപോർട്ടിൻ്റെ. പക്ഷെ നമ്മളെ നാട്ടിലെ എയർപോർട്ടാന്ന് പറയുമ്പോൾ ഒരു അഭിമാനമുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല ഗൈസ്, പോകാനൊരു ഫ്ലൈറ്റ് ആകെ 1-2 ഫ്ലൈറ്റും ഉണ്ട്, 5-6 സ്റ്റാഫും ഉണ്ട് ഗൈസ്. നമ്മളെ മുഖ്യതാരം നമ്മളെ നടനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാ ദുബായിൽ നിന്ന് വന്നാൽ ഇവിടെ എത്തി. എന്നിട്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ എത്തുന്നത്ര ഗൈസ്. പക്ഷേ നമ്മളെ എയർപോർട്ട് കണ്ണൂർ ഗൈസ് ഒരു രക്ഷയില്ല. വല്ലാത്തൊരു എയർപോർട്ടാണ് നമ്മളെ സ്വന്തം എയർപോർട്ട്. പക്ഷെ എന്താ ചെയ്യുക, ഒരു അറേബ്യൻ ഫ്ലൈറ്റിൽ നമ്മൾ ഇറങ്ങിയെങ്കിൽ ഉണ്ടല്ലോ ഗൈസ്, ഒരു വല്ലാത്തൊരു ലെവലായിരിക്കും. നമ്മൾ ഈ അറേബ്യൻ ഫ്ലൈറ്റിൽ ഇറങ്ങിയെങ്കിൽ നമ്മളെ കണ്ണൂർ എയർപോർട്ടിന് ഗൈസ് ഒരു രക്ഷ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം നമ്മൾ കണ്ണൂർ എയർപോർട്ടിന് കൊല്ലേന്, സത്യം പറഞ്ഞാൽ കൊല്ലേന്. കാരണം ഈ എയർപോർട്ട് വേറെ ലെവലായതിനുണ്ടല്ലോ. എത്ര ജീവിത മാർഗത്തിന് ചാൻസ് ഉണ്ടാവും, ഒരുപാട് ചാൻസ് ഉണ്ടാവും നമ്മൾ ഈ എയർപോർട്ടിന് ഗൈസ്. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മളെ എയർപോർട്ട് എന്തുകൊണ്ടാണെന്നറിയില്ല ഗൈസ് മെച്ചപ്പിടിക്കാതെ. പക്ഷെ ഒരു നാൾ നമ്മളെ എയർപോർട്ട് വലിയ സംഭവമാവും ഉറപ്പ്. ഉള്ളത് ഇത് സമയത്തിലാടാ 4 നിങ്ങൾ ഇറങ്ങിയ സമയം നല്ല സമയമല്ല കേട്ടാ, ശ്രദ്ധിക്കണം. പക്ഷെ ഇത് നല്ല സമയമായിരിക്കും. 4 മണി കഴിഞ്ഞാലും രാവിലെ ആക്കിയാൽ മോശം സമയമാവും. അപ്പോൾ നമ്മളിതാ 4 മണിക്ക് ഗ്യാസ് ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എത്തിയിട്ടാണ്. അങ്ങനെ ഇതാ നമ്മളെ മുത്തിൻ്റെ അച്ഛന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മുത്തിൻ്റെ
ഈ നിമിഷത്തിനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ സർപ്രൈസ് എന്നെല്ലാം പറയുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? എക്സൈറ്റ്മെൻറ്റ് എന്താ തോന്നുന്നത് പറയൂ. എന്താ പറയാ, ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല, എന്തെങ്കിലും ഒരു ഇത് വരൂലേ, എന്താ പറയണ, നമുക്ക് ജീവിതത്തിൽ 2 വർഷം കഴിഞ്ഞിട്ടുണ്ട് എത്തുമ്പോൾ നാട്ടിലെത്തുമ്പോഴുള്ള മുത്തിൻ്റെ ആ ഒരു വികാരം എന്താണെന്ന് പറയൂ. വികാരം ഇപ്പൊ ഇനി വീട്ടിൽ പോയാൽ നമുക്ക് കാണാം. വീട്ടിൽ പോയി കാണാം അല്ലേ റഫീഖിൻ്റെ? സത്യം വാങ്ങിക്കൊടുത്ത് പറയും. കാരണം എന്തുകൊണ്ടെന്നറിയാം, നീ ഒരു പ്രവാസിയല്ല, പ്രവാസിയാക്കാന്ന് വികാരം എന്താന്ന് മനസ്സിലാവും. കാരണം മറ്റുള്ള ആളെ നിനക്ക് ഇത് കാണുമ്പോൾ നിനക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ലേ? പക്ഷെ എൻ്റെ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ എനിക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം എന്താ പറയാ, ഈ നിമിഷം നീ മുഖേനയാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ടുള്ള എക്സൈറ്റ്മെന്റ്. താങ്ക് യു ഫോർ മൈ ഫ്രണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ വേറൊരു ചങ്ങായി ഉണ്ട് ഇവിടെ. പോയാൽ വീട്ടിൽ നമുക്ക് ചങ്ങായിനെ കാണാം. മൂത്രമൊഴിക്കൊന്നുമില്ല ഗായ്സ്. കാരണം ചങ്ങായി അങ്ങനെ കാണുമല്ലോ, കാരണം ചങ്ങായി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തത് കൊണ്ട് പിന്നെ ആ ചങ്ങായിൻ്റെ മുഖം ആർക്കും കാണിക്കുന്നതല്ല. അങ്ങനെ പ്ലാനായിട്ട് നമ്മളെ പ്ലാൻ എന്നാ പറ. 2 വർഷത്തിന് ശേഷം എൻ്റെ അച്ഛനൊന്ന് കാണണം. അച്ഛനെ കാണണം. പക്ഷെ എന്താണ് നമ്മളെ പ്ലാനൊന്നുമില്ല. അച്ഛനെ കാണിട്ട് നിങ്ങളെ ഈ ഫ്ലൈറ്റിൽ തന്നെ പോക്കാം. അച്ഛൻ ചവിട്ടി പറഞ്ഞായിരിക്കും. അച്ഛൻ നോക്ക്, അച്ഛൻ പറയും പായിരാക്കാടാ സർപ്രൈസ് ചെയ്ത് പോടാന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടാനൊക്കെ ലാസ്റ്റ് ഉണ്ടാകാം. ഗൈസ് എന്താവും അറിയില്ല, ചെറിയൊരു സർപ്രൈസാണ്. പക്ഷെ ഇതിൽ ഒന്നിക്കൽ കലറിക്ക് പുറത്ത് അതിൽ കലറിക്കുള്ളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും ഗൈസ്. അങ്ങനെ നമ്മളിതാ പോവുകയാണ് സർപ്രൈസ് അച്ഛനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഇതിൽ 2-ൽ 1 ആകുമെന്ന് പറയുന്നത് ഗൈസ്. നമുക്ക് നോക്കാം. രവിക എന്താവും സർപ്രൈസ്? ലാസ്റ്റ് ഇതെങ്ങനെ ഉണ്ടെന്ന് പറയാ, റെക്കോർഡ് ചെയ്യാൻ വിട്ടു. മെമ്മറി ഫുള്ളാവില്ല, മെമ്മറി ഫുൾ ഗൈസ്. എൻ്റെ മൊബൈലിൽ ഗൈസ് ഇതാ നമ്മളെ മുത്ത് ഇവിടുന്ന് വണ്ടി എടുക്കും. നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഫസ്റ്റ് ഞാനും റഫീഖും പോവും, എന്നിട്ട് അച്ഛനെ വിളിക്കും. അപ്പം അച്ഛനോട് ഇവിടെ ഒരു വണ്ടിയുണ്ട്, വണ്ടീൻ്റെ ചാവിക്ക് നമ്മൾ ആദ്യം ചോദിക്കും. അല്ലല്ല എന്നാലും പറയാം, വണ്ടി ആദ്യം ചോദിക്കും. അന്നേരം നമ്മൾ ലാസ്റ്റ് നമ്മളെ ഹീറോ ഈ വണ്ടി എടുത്തിട്ട് വരും. ലാസ്റ്റ് അച്ഛനെ കാണും, പിന്നെ അവരായി അവരെ പാടായി. ഇതാണ് വീട്. പ്രകാശേട്ടന് എവിടെ ഉണ്ടാകും? വണ്ടി എടുക്കാത്തതുകൊണ്ട് പ്രകാശേട്ടനെ, അതായത് ഇവരുടെ അച്ഛനെ നമ്മൾ ഫോണ് വിളിച്ച് എണീപ്പിക്കേണ്ട പരിപാടിയാണ് ഗായ്സ്. ഇവിടെ എന്ത് സംഭവിക്കാം, ചില സമയം നമുക്കൊരു അടി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എപ്പിക്കാൻ ഹലോ, ഞാനാ റഫീഖാന്നേ. നിങ്ങൾക്ക് ചായ നിനക്ക് ഒന്ന് ഞാനിവിടെ വീട്ടിലുണ്ട്. ഞങ്ങൾക്ക് ഒന്ന് കോഴിക്കോട് വരെ പോകാണ്ടായിരുന്നു. ചായ ഞാൻ വീട്ടിൽ പുറത്തുണ്ട്. ഞാൻ കുറേ സമയം വിളിക്കുന്നത്. ഞാൻ അർജന്റ് പോകണ്ടായിരുന്നു. എന്തല്ല പിന്നെ സോറി സമയത്ത് ബുദ്ധിമുട്ടായി. ഇതിൻ്റെ ഒരു ഇതുണ്ട്, അതൊന്നും നിർത്തി നിങ്ങൾ ഇതിൻ്റെ മറ്റേ ഒരു ബാക്കിലത്തെ ഇത് നിർത്തിരുവാ താരാണ്. ഇപ്പുറത്ത് വിട്ടില്ല വണ്ടി. എന്തായാലും വണ്ടി ഇപ്പുറത്ത് വിട്ടില്ല. അതിൻ്റെ ഇത് ഒന്ന് അടിയിലൊന്ന് പിടിച്ചാൽ മതി, ഓർമ്മ. ഇതാരാണോ നിങ്ങൾക്ക് അറിയുന്ന? എന്താ സംഭവം? ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി ഗായ്സ്. കിട്ടിയിട്ടില്ല, വല്ലാത്തൊരു സർപ്രൈസ് ആയി ഗായ്സ്.
പറ്റിയിട്ടില്ലേ? നിങ്ങൾ വിചാരിച്ചിനാ നിങ്ങളെ മോൻ ഇങ്ങനെ വരും? സർപ്രൈസ് അല്ലേ എന്റെ മോനെ? വല്ലാത്തൊരു സർപ്രൈസാ. പ്രത്യേകം പറഞ്ഞു പ്രിൻസേട്ടൻ അച്ഛന് വല്ലാത്തൊരു സർപ്രൈസ് കൊടുക്കണം. വല്ലാത്തൊരു സർപ്രൈസായി. അതായത് നമ്മളെ ചങ്കായ പ്രിൻസേട്ടൻ അവരച്ഛന് നല്ലൊരു സർപ്രൈസ് കൊടുത്തത്. ഓറ് പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ചെറുങ്ങനെ പണി വാളിന്ന് വിചാരിച്ചില്ല. പക്ഷെ ഇവിടെ ആളില്ല. പക്ഷെ ഇവിടെ ആളുണ്ട്. ഒരു വല്ലാത്തൊരു സർപ്രൈസായി. എങ്ങനെ എന്ത് പറഞ്ഞ സർപ്രൈസ് പൊളിച്ചിനാ? ചെക്കന് വിചാരം കൂടിയിട്ടുണ്ട് ഒരു സർപ്രൈസ് കഴിയുമ്പോൾക്ക്. ഗായ്സ് എന്തായാലും സംഭവം കിടിലായിട്ടുണ്ട്. പിന്നെന്താ പറയണ്ടേ, വേറെ ലെവല് സർപ്രൈസ് ഗായ്സ്, വേറെ